പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച SFI തിരുവനന്തപുരം വെള്ളയാണി കാർഷിക കോളേജ് ക്യാമ്പസിൽ ആണ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുള്ള ഫ്ലെക്സുകൾ വെച്ചത്. നീറ്റ് പരീക്ഷാ സമരവുമായി ബന്ധപ്പെടുത്തിയാണ് പോസ്റ്റർ. NGO സംഘ് ഡീനിന് പരാതി നൽകിയിട്ടും ഇതിൽ നടപടിയുണ്ടായില്ല. വിമർശനവും പരാതിയും ഉയർന്നതോടെ ഫ്ലെക്സ് SFI നീക്കം ചെയ്തിരിക്കുകയാണ്. ശാലിനിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശാലിനി, ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ലല്ലോ. SFI ഇങ്ങനെ കേരളത്തിലെ ക്യാമ്പസുകളിൽ തുടർച്ചയായി ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ മാത്രമല്ല, ഇപ്പോൾ ഹിന്ദു ഈശ്വരവിശ്വാസത്തെ അല്ലെങ്കിൽ ഹിന്ദു ആചാര പദ്ധതിയെ അധിക്ഷേപിച്ചുകൊണ്ട് സരസ്വതി ദേവിയെ, അയ്യപ്പസ്വാമിയെ ഒക്കെ അധിക്ഷേപിച്ചുള്ള ഫ്ലെക്സുകൾ വെക്കുക, പോസ്റ്ററുകൾ വെക്കുക, ഇതിവരുടെ ഒരു സ്ഥിരം പണിയാണ്. ഇപ്പോൾ ഈ വെള്ളയാണി കാർഷിക കോളേജിൽ പ്രധാനമന്ത്രിക്കെതിരെ വെച്ചിരിക്കുന്ന ഫ്ലെക്സിൽ എന്താണ് പറയുന്നത്? എന്താണ് ഈ പ്രകോപനത്തിൻ്റെ അടിസ്ഥാനം, ശാലിനി? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ടാണ് തുടർച്ചയായി പ്രധാനമന്ത്രിയെയും വിവിധ ക്യാബിനറ്റ് മന്ത്രിമാരെയും ഒക്കെ അധിക്ഷേപിക്കുന്ന ഒരു നടപടി SFIയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് ഫൈനാൻസ് കോളേജിന് മുൻപിൽ അവിടുത്തെ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ SFI യൂണിറ്റ് കമ്മിറ്റി ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വെള്ളായണി കാർഷിക കോളേജ് ക്യാമ്പസിന് ഉള്ളിൽ, പുറത്തുമല്ല, ക്യാമ്പസ് കോമ്പൗണ്ടിനുള്ളിലാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയത്. SFI അഗ്രികൾച്ചർ കോളേജിന്റെ യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലാണ് ഈ ഫ്ലെക്സുകൾ ഉയർന്നത്. ഇന്നലെയാണ് ഈ ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ പരാതിയുമായി NGO സംഘം അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. ഡീനിന് പരാതി നൽകി ഈ ഫ്ലെക്സുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഡീനും ഒരു മൗന അനുവാദം കൊടുക്കുകയായിരുന്നു. കാര്യമായ രീതിയിലുള്ള നടപടികളോ അല്ലെങ്കിൽ കോളേജ് അധികൃതരുടെ നേതൃത്വത്തിൽ അത് എടുത്തു മാറ്റാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ BJP പ്രാദേശിക നേതൃത്വം പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയായിരുന്നു. രാവിലെ 10 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകാൻ ഒരുങ്ങുന്നതിനിടയിൽ തന്നെ ഈ ഫ്ലെക്സ് ബോർഡ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് വെള്ളായണിയിൽ നിന്നും വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ SFIക്കെതിരെ ഉയരുകയാണ്. ഇതിൽ SFIക്ക് പ്രകോപനമായിട്ടുള്ളത് നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട സമരമാണ്. ആ വിഷയത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ ഫ്ലെക്സ് ബോർഡ് അവിടെ ഉയർന്നത്. അതിൽ പറയുന്നത്, ഒരു കോമാളിയെ തിരഞ്ഞെടുത്താൽ ഒരു സർക്കസ് പ്രതീക്ഷിക്കുക എന്ന് പറയുകയാണ് പോസ്റ്ററിൽ. അതായത് പ്രധാനമന്ത്രിയെ ഒരു കോമാളിയായി, ഒരു ജോക്കറായി ചിത്രീകരിച്ചുകൊണ്ട്, അതിൽ നമുക്ക് ആ ചിത്രത്തിൽ തന്നെ കാണാം, പ്രധാനമന്ത്രിയുടെ ഒരു ചിത്രം അതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ മുഖം വിരൂപമാക്കിക്കൊണ്ട് ഒരു കോമാളിക്ക് സമാനമായ രീതിയിൽ വരച്ചുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ, പ്രധാന സേവകനെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നത്. മറ്റൊരു ഫ്ലെക്സ് വലിയ വിവാദമായി. ഇതിന് ഡീനിന് പരാതി ലഭിച്ചു. ഈ പ്രതിഷേധം വിദ്യാർത്ഥികളുടെയും മറ്റും ഭാഗത്ത് നിന്ന് ഉയർന്ന പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഈ ഫ്ലെക്സ് മാറ്റി തടി ഊരാൻ SFIയുടെ നേതാക്കൾ ശ്രമിക്കുന്നത്? ഗൗതം, SFIയുടെ ഒരു ശക്തി കേന്ദ്രമായിട്ടൊക്കെയാണ് ഈ വെള്ളായണിയിലെ അഗ്രികൾച്ചർ കോളേജിനെ അവർ കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഇത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പ്രധാനമന്ത്രി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവിടുത്തെ BJP രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഇത് മാറ്റണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത്. NGO സംഘിൻ്റെ ചില പ്രവർത്തകരാണ് ആദ്യം ഡീനിന് ഇത് ഇന്നലെ വൈകിട്ടോടുകൂടി പരാതിയുമായി എത്തുന്നത്. അടിയന്തരമായി തന്നെ ഇത് മാറ്റണം എന്നുള്ളതായിരുന്നു ഡീനിന് മുന്നിൽ ആ പരാതിയിൽ അവർ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ അത് മാറ്റാനോ നീക്കം ചെയ്യാനോ ഡീൻ തയ്യാറായില്ല. ഡീനിന് അത് മാറ്റാനുള്ള ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ അവർക്കതിൻ്റെ ചുമതലയുണ്ട്. പക്ഷേ അത്തരത്തിലൊരു നടപടി ഡീനിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പിന്നാലെയാണിപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്കും ഈ പരാതി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് വിവാദമാകും, ഇത് വാർത്തയായിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡീനിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് ഇത് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഫ്ലെക്സ് നീക്കം ചെയ്തിരിക്കുകയാണ്. ഒരു മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം ഈ ഒരു നടപടി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം സംസ്ഥാന വ്യാപകമായി പല കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ SFI പ്രതിഷേധങ്ങൾ നടത്തുകയാണ്, കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയാണ്, സാംസ്കാരിക പരിപാടികളുടെ സംഘടനകളുടെ പേരിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിഷേധം അതിരുവിട്ട് ഇത്തരത്തിൽ ഫ്ലെക്സിലേക്കും അപമാനിക്കലിലേക്കും അധിക്ഷേപത്തിലേക്കും കടന്നതോടെയാണ് വലിയ രീതിയിലുള്ള പരാതികളും വിമർശനങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും
കഴിഞ്ഞ ദിവസമാണ് സമാനമായ വിഷയത്തിൽ തന്നെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിവിധ രൂപത്തിൽ വിവിധ തരത്തിലുള്ള ഫ്ലെക്സുകളും ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ എഴുതി അത് ചിത്രങ്ങളാക്കി വരച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിന് മുന്നിൽ അതായത് പോലീസിന്റെ മൂക്കിൻ തുമ്പത്തിൽ ഇത്തരത്തിലൊരു നടപടി അന്ന് സ്വീകരിച്ചത്. അന്ന് മണിക്കൂറുകളോളം ആ ഫ്ലെക്സുകൾ അവിടെ ഇരിക്കുകയും കോളേജ് പ്രിൻസിപ്പൽ, ഫൈനാൻസ് കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ അതിനൊരു മൗന അനുവാദം നൽകുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തു. ഇത് ഭയങ്കര വിവാദം വന്നായതുമാണ്. ഇതിന് പിന്നാലെയാണ് ഒരാഴ്ച ഒക്കെ പിന്നിടുമ്പോൾ അടുത്ത തലസ്ഥാനത്ത് തന്നെ അടുത്തൊരു പ്രമുഖ കോളേജിൽ, പ്രധാനപ്പെട്ട ഒരു കോളേജിൽ ഇത്തരത്തിലൊരു അധിക്ഷേപം ഉണ്ടായിരിക്കും. നമുക്കറിയാം, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. CJP സമരത്തിന് നിലപാട് അവർ വ്യക്തമാക്കിയതാണ്. അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അംഗീകാരം നൽകി പ്രധാനമന്ത്രി അടക്കമുള്ളവർ അവരോട് പ്രതികരിച്ചതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരു സമാധാന അന്തരീക്ഷത്തിൽ പോകേണ്ട സാഹചര്യത്തിലേക്ക് കലാപ ആഹ്വാനം നടത്തിക്കൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും. എന്നാലും മണിപ്രസാദ് സൂചിപ്പിച്ചതുപോലെയാണ്, ഇതിനപ്പുറം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. ഇത്രയൊന്നും അല്ല, ഇതിനപ്പുറം പ്രതിഷേധിക്കുന്ന ആളുകളാണ്. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഒരു ഭാഗത്ത് നടന്നു, അതിനുള്ള പരിഹാരവും കേന്ദ്ര സർക്കാർ നൽകി കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ നീറ്റിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് പരീക്ഷാ പേപ്പർ ചോർച്ചകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രധാന സേവകനെ, പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നത്. ചിലർ സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നടത്തുന്നു. മറുഭാഗത്ത് SFIയുടെ പ്രതിഷേധം ഇത്തരത്തിൽ പോസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവത്തിൽ സ്വമേധയാ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്ന ആവശ്യം കൂടിയാണ് പ്രാദേശിക BJP നേതൃത്വം അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഗൗതം, ഓക്കെ, വ്യക്തമാണ് ശാലിനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ച് SFI തിരുവനന്തപുരം വെള്ളയാണി കാർഷിക കോളേജ് ക്യാമ്പസിലാണ് ഫ്ലെക്സ് ബോർഡ് വെച്ചത്. നീറ്റ് പരീക്ഷാ സമരവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ഫ്ലെക്സ്. NGO സംഘ് ഡീന് പരാതി നൽകിയിട്ടും ആദ്യം നടപടിയുണ്ടായില്ല. പിന്നീട് വിമർശനം ശക്തമായതോടുകൂടി ഈ ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്നും നീക്കം ചെയ്തതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.